ഹലോ. ഹലോ ജീവ, ഐ ആം GK. യെസ്, മനസ്സിലായി. ക്യാമ്പ് കഴിഞ്ഞ് മകളെത്തിയോ? ഫ്രീ ആയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് കാണാൻ പറ്റുമോ? ഇന്ന് എന്തായാലും പറ്റില്ല മിസ്റ്റർ GK. നാളെ മറ്റന്നാളും പുതിയ പടത്തിന്റെ ഡിസ്കഷന്. പ്ലീസ് മിസ്റ്റർ ജീവ, ഇനിയും നീട്ടുന്നത് എനിക്ക് ബുദ്ധിമുട്ടാവും. ഇതുവരെ ഞാൻ താങ്കൾക്ക് കംഫർട്ടബിളായ സമയം സമ്മതിച്ചു. ഇനി ഡിലേ ആക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താങ്കൾ എന്താ വിഷയമെന്ന് പോലും പറഞ്ഞിട്ടില്ല. വിഷയം കാവ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാവ്യയുമായി ബന്ധപ്പെട്ടതോ? അതെ, താങ്കളുടെ ഭാര്യ കാവ്യ തന്നെ. കാവ്യയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം? കണ്ടോ, വിഷയത്തിൽ താങ്കൾക്ക് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയത് കണ്ടോ? കാവ്യയുടെ കൂടെയുള്ള കുട്ടിയാ എന്റെ ഇഷ്യൂ. കാവ്യയുടെ കൂടെയുള്ള കുട്ടിയുടെ ഇഷ്യൂ എന്ന് വെച്ചാ നിങ്ങളുടെ മകളല്ല. മകൾ ദിയ കാവ്യക്കൊപ്പമാണല്ലോ. ഞാൻ പറയുന്നത് അപ്പുവിന്റെ കാര്യമോ? അപ്പോ? അറിയില്ലേ, മറ്റേ കുട്ടി, കാവ്യയുടെ കൂടെയുള്ള മറ്റേ കുട്ടി. ആ കുട്ടിക്ക് വേണ്ടിയാ. ബി കൂൾ, ടെൻഷൻ ആവണ്ട. നമുക്ക് എല്ലാം ശാന്തമായിട്ട് സംസാരിക്കാം. ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച്. അപ്പൊ ഓക്കെ, 2 ദിവസം കൂടെ ജീവ എടുത്തോളൂ. 3-ാം ദിവസം നമുക്ക് കാണണം. കണ്ടിരിക്കണം. ഇത് കമാൻഡല്ല, ഒരു റിക്വസ്റ്റാ. ഹംബിൾ റിക്വസ്റ്റ്. ഞാൻ വരാം. ഓക്കെ, ഗുഡ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല മോളെ. എന്താ കാവ്യ എന്നൊക്കെ പറഞ്ഞ് അപ്പു എന്നൊക്കെ പറഞ്ഞ് ഈ അപ്പു എന്ന് പറയുന്നത്? ഏയ് ഒന്നുമില്ല. പ്ലീസ് അച്ഛാ പറ. കാവ്യ എന്ന് വെച്ചാ ആരാന്നറിയാലോ? അമ്മ. അമ്മയ്ക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. മോളൊരിക്കൽ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയല്ലോ. അപ്പൊ ഇനി ഒന്നും ഹൈഡ് ചെയ്യണ്ടെന്ന് വെച്ചാ അച്ഛൻ പറയുന്നത്. ഞാൻ അമ്മയെ അന്വേഷിച്ചിറങ്ങിയോ? ഓ, റിയ ആണ് പോയത്. എന്താ മോളെ? ഏയ് ഒന്നുമില്ല. ഈ അപ്പു എന്ന് പറഞ്ഞത്? അത് വേറൊരു കുട്ടി. ഈ അപ്പു എന്ന് പറയുന്ന കുട്ടിക്ക് എന്തു പറ്റീനാ? അച്ഛൻ ആരോട് സംസാരിച്ചേ? പ്ലീസ് അച്ഛാ, എന്താ കാര്യം പറ. മോളെ ടെൻഷൻ ആവാതെ. ഇതൊക്കെ മുതിർന്നവരുടെ കാര്യമാ. ഇപ്പൊ അതൊന്നും മോൾ അറിയണ്ട. ആരാ അച്ഛനെ വിളിച്ച്? ആൾക്കാര് പലതരമാണല്ലോ. ചിലര് നല്ല ആൾക്കാര്, ചിലര് അല്പം ടഫായിരിക്കും. ഓരോരുത്തരെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അച്ഛനറിയാം. അല്ല, അമ്മയും ഈ അപ്പു എന്ന് പറഞ്ഞ കുട്ടിക്കൊക്കെ എന്തേലും? അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നാണോ? അതെ, ഈ അപ്പുവിനൊക്കെ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം 100 ഇരട്ടി കൂടുക. ആരാണെന്ന് പോലും അറിയാത്തൊരു കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ടെൻഷൻ ആവുന്നല്ലോ നീ. എന്റെ മോള് നന്മ നിറഞ്ഞ മോളാ. എന്നാ മോള് കേട്ടോ, ഒട്ടും പേടിക്കണ്ട. ആർക്കും ഒന്നും സംഭവിക്കില്ല. ഉറപ്പാണോ? 101% ഉറപ്പ്. അച്ഛന്റെ ഉറപ്പില് വിശ്വാസമില്ലേ? അച്ഛന്റെ ഉറപ്പ് പോലെ വേറെ ഒന്നിലും വിശ്വാസമില്ല. വലിയ സാഹിത്യ രീതിയിലൊക്കെയാണല്ലോ വർത്തമാനം. ശരി, ഇതാ അച്ഛൻ ഉറപ്പ് തരുന്നു. മോക്ക് വേണ്ടപ്പെട്ട ആർക്കും അപ്പു ഉൾപ്പെടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാ നേരിടാൻ അച്ഛനുണ്ട്. പോരെ? എനിക്കിപ്പോ വലിയ സന്തോഷായി. അങ്ങനെയാണെങ്കിൽ
ഞാനൊരു പാട്ടിടട്ടെ, സന്തോഷം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. ആ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററുടെ പാട്ട്. അതാരാ? വയലാറാണോ? അതോ ചങ്ങമ്പുഴയോ? അതോ ഭാസ്കര മാഷോ? ഭുവന, അച്ചമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 3 ദിവസത്തെ റെസ്റ്റ്. കഴിവതും വിസിറ്റേഴ്സ് വേണ്ടെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് രവീന്ദ്ര സാർ പറഞ്ഞു. ഇതും ദൈവം പരീക്ഷിച്ചതാ. റിയമോൾ ഇന്ന് വരുന്നത് കാരണം അച്ചമ്മ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഇന്നലെ. ഇപ്പതാ റിയമോളെ കാണാനും പറ്റില്ല. ഉറക്കം കുറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളാന്ന് രവീന്ദ്രൻ ഡോക്ടർ പറഞ്ഞു. ജീവസാറിനെ വിളിച്ചോ? വിളിച്ചു. സാറ് മോള് വന്നോണ്ടിരിക്കുക. സാറ് ആശുപത്രി വിളിച്ചൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിങ്ങിതാ. പാചകമൊക്കെ എവിടെ വരെയായി? ചിക്കൻ ഫ്രൈയും കറിയും ഫിഷും ഒക്കെ റെഡി. ഐസ് റെഡിയാണല്ലോ. ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇട്ടില്ലേ പ്രിയമോള് ഇന്നിവിടെ കലാപം ഉണ്ടാക്കും. 3 ഫ്ലേവർ റെഡിയാ. മോൾ എത്ര വികൃതിയാണെന്ന് പറഞ്ഞാലും ശരി, ഇവിടുന്ന് പോയതോടെ വീട് ഉറങ്ങി. വീടുറങ്ങി, വീട്ടുകാരും ഉറങ്ങി. ജീവസാർ ആകെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നല്ലോ. ഇപ്പോ മോള് തിരിച്ചു വരുമ്പോ അച്ചമ്മ ആശുപത്രിയില്. അയ്യോ, നല്ല രുചികരമായ മണം. ഈശ്വരമടം. ഈശ്വരമടം. ഇവിടുന്നാണ് അമ്മ എന്നെയും കൊണ്ട് ഇറങ്ങിയത്. ഇറങ്ങ. എന്താ വീട് ആദ്യം കാണുന്നത് പോലെ? ആഹാ, കുറച്ചു ദിവസം മാറി നിന്നപ്പോ 15 വർഷം കഴിഞ്ഞ ഫീലാണല്ലോ. മാമോളെ, മോളെ, ദേ മോളെത്തി. വാ. യാത്രയൊക്കെ സുഖായിരുന്നോ? ഞാൻ വിളിക്കാൻ പറ്റായിരുന്നതാ, പക്ഷെ സാർ സമ്മതിച്ചില്ല. അച്ഛമ്മയെ കാണാനില്ലല്ലോ. ഇതാരാ? ഇതായിരിക്കും കലച്ചേച്ചി. മോളെ, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? എന്നെ ആദ്യം കാണുന്ന പോലെ അതല്ലേ നോക്കുന്നേ? ഇദ്ദേഹം ആളിപ്പം വേറെ ലെവലാ ഭുവന. ഫുൾ ജനറൽ നോളജ്, സംസാരമൊക്കെ സാഹിത്യ ഭാഷയില. ക്യാമ്പ് 1 മാസം കൂടെ നീണ്ടിരുന്നെങ്കിലേ ജ്ഞാനപീഠവും കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്.
ഇവിടുന്ന് പോയ ആളല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ റിയ തന്നെയാ. അപ്പൊ പാവായാലും കുഴപ്പം തന്നെയല്ലേ? എങ്കിൽ ശരി, പഴയ ആള് തന്നെ ആവാം. മോള് പഴയ ആളായ മതി. കളിയും ചിരിയും തമാശയൊക്കെ ഉള്ള പഴയ ആള്. സത്യത്തിൽ കുറച്ചു ദിവസമായിട്ട് ഈ വീട് ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഇനി വേണം ഈ വീടിനെ ഒന്ന് ഉണർത്തിയെടുക്കാനായിട്ട്. ആ ദേ, ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ പിടിച്ച പിടിയാ, ഇതുവരെ പിടിവിട്ടിട്ടില്ല. നമ്മൾ ഇത്രയും ഉള്ളിലാണോ താമസിക്കുന്നത്? 4-5 വീടുകൾ മാറി മോൾക്കാകെ കൺഫ്യൂഷനായി അല്ലേ? നമ്മൾ ഇത്തിരി ഉള്ളിലാ മോളെ. അതുമല്ല, മോൾക്ക് സിറ്റിയിൽ താമസിക്കുന്നതിൽ താല്പര്യമില്ലല്ലോ. അതന്നെ എനിക്ക് താല്പര്യമില്ലാത്ത. ചേച്ചിക്ക് മൊത്തം കിളി പോയിരിക്കുവാണല്ലോ. ചേച്ചിക്ക് സിറ്റിയിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തത് ഞങ്ങളോടാണോ ചോദിക്കുന്നേ? കൺഫ്യൂഷൻ ആണല്ലോ. ഓ, ഒരു കോമഡി പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ അപ്പു? വീണ്ടും കിളി പോയി. ചേച്ചി ഇതുവരെ കോമഡിയെ പറഞ്ഞിട്ടില്ലല്ലോ. അത് സാരമില്ല മോനെ, തമാശയൊക്കെ എപ്പോ വേണമെങ്കിലും പറയാം. എനിക്ക് ക്യാമ്പിൽ നിന്ന് കൊറേ കോമഡികൾ കിട്ടിയിട്ടുണ്ട്. അതൊന്നൊന്നായി പറയാൻ പോവാ. അമ്മയ്ക്ക് കോമഡി ഇഷ്ടമാണല്ലോ അല്ലേ? ഇതെന്താ എല്ലാം അമ്മയോട് ചോദിക്കുന്നേ? എന്നോടും ചോദിക്കേ. എന്നോടും ചോദിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന ഇംഗ്ലീഷ് പാട്ടുകൾ, സൂപ്പർ കോമഡികൾ, മോട്ടിവേഷണൽ സ്പീച്ചസ് എന്നിവയിലൂടെ ഡിയർ കുട്ടി ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യാൻ പോവാണെന്നുള്ള കാര്യം മാന്യ സദസ്സിനെ അറിയിച്ചുകൊള്ളുന്നു. സാറ് ചെല്ല്, ഞങ്ങള് ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അവിടുത്തെ രസവും തമാശയൊക്കെ ഞങ്ങൾക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഓ ആയിക്കോട്ടെ, ക്യാരി ഓൺ. അല്ല അച്ഛാ, പോലെ അച്ഛൻ കൂടെ നിക്ക്. അത് ശരി, ക്യാമ്പിൽ പോയതിനു ശേഷം ഞങ്ങളാരെയും വേണ്ടതായോ? മോള് ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വാ. ശരി. എന്നാലേ ഈ ഭൂനങ്ങള് മോളോട് പിണങ്ങി കേട്ടോ. അയ്യോ, എന്തിനാ? ക്യാമ്പിൽ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങളോടുള്ള കൂട്ട് കുറഞ്ഞല്ലോ. ഒട്ടും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെന്താ വന്ന ഉടനെ ഞങ്ങളോട് വിശേഷങ്ങളൊന്നും പറയാത്തത്? പറയാൻ സമയം കിടക്കുമല്ലേ? എന്താ അങ്ങ് നോക്കുന്നത്? മോളെ ശരിക്കും ഞാനൊന്ന് കാണട്ടെ. ഞങ്ങള് കള്ളത്തരം പിടികൂടോ? ആകെ ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലയോ കലേ? അല്ല അങ്കിളെ, ഞാനത് മോള് പേടിച്ചു പോയല്ലേ? മോളെ ഞാൻ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ എന്താണെന്നറിയോ? എന്തിനാ? ക്യാമ്പ് കഴിഞ്ഞു വരുമ്പോ അങ്കിളിന് മോളൊരു സമ്മാനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, അതെവിടെ? എന്നോടും പറഞ്ഞിരുന്നു സമ്മാനം കൊണ്ട് തരുമെന്ന്. അല്ല അത് പോട്ട്, സമ്മാനം എന്താണെന്നെങ്കിലും മോക്കെന്ന് പറയാവോ? പെട്ടല്ലോ. അല്ല മോളെന്താ മിണ്ടാതിരിക്കുന്നത്? പറയ്, ഞങ്ങൾക്ക് എന്ത് സമ്മാനം കൊണ്ട് തരാന്ന് പറഞ്ഞേ? ചോക്ലേറ്റ് ആയിരിക്കും. ആ ചോക്ലേറ്റ് അല്ലേ? ഞാൻ വാങ്ങി തരുന്നുണ്ട് 2 പേർക്കും. ചോക്ലേറ്റാ?
അപ്പൊ ഞങ്ങളെ നൈസായിട്ടങ്ങ് പറ്റിക്കായിരുന്നല്ലേ? ദേ മോളെ, എനിക്കൊരു ഷർട്ടും കലച്ചേച്ചിക്ക് ഒരു ചുരിദാറും. ഇതാണ് മോള് കൊണ്ടുതരാമെന്ന് പറഞ്ഞത്, മനസ്സിലായോ? എനിക്കറിയാം. ഞാനേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് നോക്കിയതാ. ഓ എല്ലാം ഞാൻ വാങ്ങി തരുന്നുണ്ട്. രണ്ടുപേരും പേടിക്കണ്ട കേട്ടോ. ആ ശരി. എന്നാ പിന്നെ മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കലച്ചേച്ചി ഭക്ഷണം എടുത്ത് വെക്കാം, മോള് പോയിട്ടോ. ഞാൻ പോയി കാറിൽ നിന്ന് ബാഗ് എടുത്തോണ്ട് ആ ഹാളിൽ നിന്ന് സ്റ്റെപ്പ് കയറി ചെന്ന് നേരെ ലെഫ്റ്റിലേക്ക് നടക്കുമ്പോ കാണുന്ന ഫസ്റ്റ് റൂമാ എന്റേത്. എന്റെ റൂം എന്ന് വെച്ചാ ഇനി നിന്റെ റൂം. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോ ഇടതുവശത്ത് ആദ്യം കാണുന്ന റൂം. ഇടതുവശം എന്ന് ഉദ്ദേശിച്ചത് എന്റെ ഇടതുവശം തന്നെയാണോ? ഓ, ഇവിടെ ഒരു പെട്ടി, അവിടെ ഒരു ഹാൾ. ഇതാണ് ഡൈനിങ് ടേബിൾ ഹാൾ. എല്ലാം കറക്റ്റ് ആണല്ലോ. ആ റൂമാണോ ഈ റൂമാണോ? അയ്യോ, മോള് പേടിച്ചോയോ? സോറി സോറി സോറി. എന്താ മോള് നോക്കി നിൽക്കുന്നേ? കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ആകെ മാറിപ്പോയിന്നാണോ? ആ, എല്ലാം ഒന്ന് നോക്കണല്ലോ. ഒക്കെ ശരിയായിട്ട് തന്നെയാണോ പോകുന്നേന്ന്? ഓ ഉത്തരവേ. ചെല്ല്, മോളുടെ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറാദ്യം. അച്ഛാ, അച്ഛൻ എവിടെ പോവാ? ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ദാ വരുന്നു. അച്ഛൻ പോണ്ട. ഷടാ, എന്നോട് ഇത്രയ്ക്ക് സ്നേഹോ? ഒരു മിനിറ്റ്, അച്ഛൻ ദാ വരുന്നു. ആശ്വാസായി. റൂം അങ്ങനെ കണ്ടുപിടിച്ചു.